നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആണവ പോർമുനകളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ മറികടന്നതായി സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ട്. പാകിസ്ഥാന്റെ 170 മറികടന്ന് ഇന്ത്യയുടെ ആണവായുധ ശേഖരം 180 എത്തിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ പക്കൽ 172 പോർമുനകളാണ് ഉണ്ടായിരുന്നത്. രാജ്യത്തിന്റെ ആയുധ സംഭരണശാലയിലാണ് ഇവ നിലവിലുള്ളത്. എന്നാൽ പാകിസ്ഥാന്റെ പോർമുനകളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രതിരോധ മേഖല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിൻ്റെയൊക്കെ തന്നെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു ലെവലും അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായിട്ട് ഇന്ത്യയെ കൊണ്ട് സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യ തങ്ങളുടെ ആണവായുധ ശേഖരം വികസിപ്പിച്ചു. നിരവധി പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള കാനിസ്റ്ററൈസ്ഡ് മിസൈലുകൾ ഉൾപ്പെടെയുള്ള പുതിയ വിതരണ സംവിധാനങ്ങളുടെ വികസനം തുടരുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. പാകിസ്ഥാനും പുതിയ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ അവരുടെ ആയുധ ശേഖരത്തിൽ വർധനവില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. വായു, കടൽ, കര എന്നിവയിലുടനീളം ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ ആധുനികവൽക്കരണം സ്ഥിരതയുള്ളതാണ്. പ്രതിരോധത്തിന് അനുസൃതമായ നയമാണ് ഇന്ത്യ പിന്തുടരുന്നത്. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന ആഗോള പ്രവണതകൾക്കിടയിലാണ് ഇന്ത്യയുടെ വളർച്ചയെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആഗോളതലത്തിൽ 9 രാജ്യങ്ങളായി 12,241 ആണവായുധ പോർമുനകളാണുള്ളത്. ഇവയിൽ 9,614 എണ്ണം സംഭരണശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്നവയാണ്. 3,912 എണ്ണം വിന്യസിച്ചു. ഇവയിൽ ഭൂരിഭാഗവും യുഎസിന്റെയും റഷ്യയുടെയും പക്കലാണുള്ളത്. ലോകത്തെ ആണവ പോർമുനകളുടെ 90% ഈ 2 രാജ്യങ്ങളുടെ പക്കലാണ്. എന്നിരുന്നാലും ചൈനയും ഇന്ത്യയും അതിവേഗം ആണവശക്തികളായി ഉയർന്നു വരുന്നുണ്ട്. ചൈനയുടെ പക്കൽ 600 ആണവായുധ പോർമുനകളാണുള്ളത്. അവയിൽ 24 എണ്ണമാണ് ഇതുവരെ വിന്യസിച്ചിട്ടുള്ളത്. 2024 ഇന്ത്യ ആണവായുധ ശേഖരം ചെറിയ തോതിൽ വിപുലീകരിച്ചതായാണ് SIPRI ഇയർബുക്ക് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ കാനിസ്റ്റർ മിസൈലുകൾക്ക് ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയുണ്ടെന്നും SIPRI ഇയർബുക്ക് വിശദമാക്കുന്നു. അടുത്ത ദശാബ്ദത്തിനുള്ളിൽ ആണവായുധങ്ങൾ കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാനെന്നും SIPRI ഇയർബുക്ക് വിശദമാക്കുന്നു. റഷ്യയും അമേരിക്കയുമാണ് ഏറ്റവും അധികം ആണവായുധമുള്ളത്. 5,459 ആണവായുധങ്ങളാണ് റഷ്യക്കുള്ളത്. 5,177 ആണവായുധങ്ങളാണ് അമേരിക്കയ്ക്കുള്ളത്. ആണവായുധങ്ങൾ വഹിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആയുധങ്ങളാണ് റഷ്യ, ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ, ഉത്തര കൊറിയ എന്നിവിടങ്ങളിലുള്ളത്. 2000 വരെ ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൻ, അമേരിക്ക എന്നിവർക്ക് മാത്രമായിരുന്നു ഇത്തരം ആയുധങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനുശേഷമാണ് ചൈന ആണവായുധ സംവഹന ശേഷിയുള്ള മിസൈലുകളുടെ നിർമ്മാണം ആരംഭിച്ചത്. ഇതേ പാതയിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഉത്തര കൊറിയയും ഉള്ളതെന്നും SIPRI ഇയർബുക്ക് വിശദമാക്കുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുന്ന കാലത്തല്ലാതെ ലോഞ്ചറുകൾക്ക് പുറത്താണ് ആണവായുധങ്ങൾ ഇന്ത്യ സൂക്ഷിക്കുന്നതെന്നും SIPRI ഇയർബുക്ക് കൂട്ടിച്ചേർത്തു. എന്നാൽ അടുത്തിടെ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ വ്യത്യാസം വരുന്നുണ്ടെന്നുമാണ് SIPRI ഇയർബുക്ക് വിശദമാക്കുന്നത്. 2023 മുതൽ ചൈനയുടെ ആണവായുധ ശേഖരം മറ്റേതൊരു രാജ്യത്തേക്കാളും വേഗത്തിലാണ് വളരുന്നത്. 2025 ജനുവരിയോടെ ചൈനയുടെ വടക്ക് ഭാഗത്തുള്ള 3 വലിയ മരുഭൂമി മേഖലകളിലും കിഴക്കൻ പ്രദേശങ്ങളിലെ 3 പർവ്വത പ്രദേശങ്ങളിലുമായി ഏകദേശം 350 പുതിയ ICBM അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സിലോകൾ പൂർത്തിയാക്കാൻ അടുക്കുകയോ ചെയ്തിരുന്നു. തങ്ങളുടെ സേന എങ്ങനെയും രൂപപ്പെടുത്താൻ തീരുമാനിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ദശാബ്ദത്തിന്റെ അവസാനത്തോടെ ചൈനയ്ക്കും റഷ്യയിലോ അമേരിക്കയിലോ ഉള്ളത്രയും ICBMകൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും 2035 ആകുമ്പോഴേക്കും ചൈന പരമാവധി പ്രതീക്ഷിക്കുന്ന 1500 വാർഹെഡുകളിൽ എത്തിയാലും അതിപ്പോഴും നിലവിലുള്ള റഷ്യയുടെയും അമേരിക്കയുടെയും ആണവ ശേഖരത്തിന്റെ 1/3 മാത്രമായിരിക്കുമെന്നും SIPRI റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ശീതയുദ്ധം അവസാനിച്ച ശേഷം റഷ്യയും അമേരിക്കയും ഉപയോഗിച്ചിരുന്ന പഴയ യുദ്ധമുനകൾ ക്രമേണ പൊളിച്ചു മാറ്റുന്നത് പുതിയ യുദ്ധമുനകൾ വിന്യസിക്കുന്നതിനേക്കാൾ കൂടുതലായിരുന്നു. ഇത് ആഗോളതലത്തിൽ ആണവായുധ ശേഖരത്തിൽ വർഷം തോറും കുറവുണ്ടാക്കി. എന്നാൽ പുതിയ ആണവായുധങ്ങളുടെ വിന്യാസം ത്വരിതഗതിയിലാകുമ്പോൾ പൊളിച്ചു മാറ്റലിന്റെ വേഗത കുറയുന്നതിനാൽ വരും വർഷങ്ങളിൽ ഈ പ്രവണത പഴയപടിയാകാൻ സാധ്യതയുണ്ട്. 2024 ഇന്ത്യ വീണ്ടും ആണവായുധ ശേഖരം ചെറുതായി വികസിപ്പിച്ചതായും പുതിയ തരം ആണവ വിതരണ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുന്നതായും SIPRI റിപ്പോർട്ട് പറയുന്നു. ഇന്ത്യയുടെ പുതിയ കാനിസ്റ്ററൈസ്ഡ് മിസൈലുകൾ വാർഹെഡുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാൻ കഴിയും. സമാധാന കാലത്ത് ആണവ വാർഹെഡുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയും. കൂടാതെ പ്രവർത്തനക്ഷമമാകുമ്പോൾ ഓരോ മിസൈലിലും 1-ലധികം വാർഹെഡുകൾ പോലും വഹിക്കാൻ കഴിയും. 2024 പാകിസ്ഥാൻ പുതിയ ഡെലിവറി സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും ഫിസൈൽ മെറ്റീരിയൽ ശേഖരിക്കുകയും ചെയ്തു. ഇത് വരും ദശകത്തിൽ തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിച്ചേക്കുമെന്ന് സൂചന നൽകുന്നുവെന്നും അന്താരാഷ്ട്ര തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ട് പറയുന്നു. ആഗോളതലത്തിൽ ആണവശേഖരം നേരിയ തോതിൽ കുറഞ്ഞ്
12,241 എന്നും SIPRI അതിന്റെ വാർഷിക റിപ്പോർട്ടിൽ പറഞ്ഞു. എന്നാൽ അപകടകരമായ പുതിയ ആണവായുധ ശേഖരം ഉയർന്നു വരുന്നതിനാൽ SIPRI ആശങ്ക പ്രകടിപ്പിച്ചു. ജനുവരിയിലെ കണക്കനുസരിച്ച് ഉത്തര കൊറിയയുടെ കൈവശം ഏകദേശം 50 ആണവ വാർഹെഡുകൾ ഉണ്ടെന്നും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ 40 എണ്ണം വരെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഫിസൈൽ വസ്തുക്കളും ഉണ്ടെന്നും കണക്കാക്കപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആണവായുധ ശേഖരം നിലനിർത്തുന്ന റഷ്യയുടെ കൈവശം 5,459 എണ്ണമുണ്ട്. അമേരിക്കയുടെ കൈവശം 5,177 യുദ്ധമുനകൾ ഉണ്ടായിരുന്നു. റഷ്യയോടൊപ്പം ലോകത്തിലെ ആകെ യുദ്ധമുനകളുടെ 90% ഇരു രാജ്യങ്ങളും കൈവശമുണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ശീതയുദ്ധം അവസാനിപ്പിച്ചതിന് ലോകത്തിലെ ആണവായുധങ്ങളുടെ എണ്ണത്തിൽ കുറവ് വരുത്തുന്ന യുഗം അവസാനിക്കുകയാണെന്നും പകരം വർദ്ധിച്ചു വരുന്ന ആണവ ആയുധ ശേഖരങ്ങളുടെ മൂർച്ചയുള്ള ആയുധങ്ങളും ആയുധ നിയന്ത്രിത കരാറുകൾ ഉപേക്ഷിക്കുന്നതിന്റെയും വ്യക്തമായ പ്രവണതയാണ് നമ്മൾ കാണുന്നതെന്നും SIPRIയുടെ മാസ് ഡിസ്ട്രക്ഷൻ പ്രോഗ്രാമിൽ അസോസിയേറ്റ് സീനിയർ പറഞ്ഞു. ഏതായാലും വരും വർഷങ്ങളിലും ഇതിന്റെയൊക്കെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യതയും കൂടുകയാണ്. പല മേഖലകളിൽ നിരവധി സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്കാണ് ഇന്ത്യയും കൂടെ ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. മിസൈൽ പ്രതിരോധത്തിലെ പുരോഗതിയും സമുദ്രത്തിലെ സാങ്കേതിക വിദ്യയുടെ വിന്യാസവും ആത്യന്തികമായി സംസ്ഥാനങ്ങളുടെ ആണവായുധ ശേഖരത്തിലെ പ്രധാന ഘടകങ്ങളുടെ ദുർബലതയെ സ്വാധീനിച്ചേക്കാം. കഴിഞ്ഞ ഒരു വർഷമായി ആഗോള സുരക്ഷയുടെ തുടർച്ചയായ തകർച്ചയെ SIPRI ഇയർബുക്കിന്റെ 56ാമത് പതിപ്പ് വിശകലനം ചെയ്യുന്നു. യുക്രൈനിലും ഗാസയിലും മറ്റിടങ്ങളിലും നടന്ന യുദ്ധങ്ങൾ തുടർന്നു. അവ മൂലമുണ്ടായ ഭീമമായ മാനുഷിക നഷ്ടങ്ങൾക്ക് പുറമെ ഭൗമരാഷ്ട്രീയ വിഭജനങ്ങൾ കൂടുതൽ വഷളാകുകയും ചെയ്തു. കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് അമേരിക്കൻ വിദേശ നയത്തിന്റെ ഭാവി ദിശയെക്കുറിച്ചും സഖ്യകക്ഷി ദാതാവ് അല്ലെങ്കിൽ സാമ്പത്തിക പങ്കാളി എന്ന നിലയിലുള്ള അമേരിക്കയുടെ വിശ്വാസത്തെക്കുറിച്ചും യൂറോപ്പിൽ കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. ഏതായാലും ഇന്ത്യയുടെ ഈ മേഖലയിലേക്കുള്ള കുതിപ്പാണ് അക്ഷരാർത്ഥത്തിൽ മറ്റുള്ള വമ്പൻ ലോകരാഷ്ട്രങ്ങളെ വരെ നടുക്കുന്നത്. ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു വിഷനുണ്ട്. വരും വർഷങ്ങളിൽ അത് പ്രകടമാകുമെന്നാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രതിരോധ മേഖലയിലെ മന്ത്രിമാരടക്കം പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങളായി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്.